everyone, welcome back to Chemians. So hope you all are listening. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് +2 യുടെ സോളിഡ് സ്റ്റേറ്റ് പാർട്ട് 1 ആണ്, റിവിഷൻ സീരീസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തന്നെ പാർട്ട് 2 ആണ്. സോ ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്, ഇന്നലെ കേട്ടവർക്ക് അറിയാം ഏകദേശം ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. സോ ഇഫ് യു ആർ ഫോളോയിങ് ദെൻ ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി കൂടുതൽ ടോപ്പിക്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻസ് വരും. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് തുടങ്ങാം. റൈറ്റ്, അപ്പം ഞാൻ ഒട്ടും വൈകുന്നില്ല. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ +2 സോളിഡ് സ്റ്റേറ്റ് പാർട്ട് 2 റിവിഷൻ സീരീസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽസ് ആണ്. ഡിഫെക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതും ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമന്റ്. അലോങ് വിത്ത് ദാറ്റ് പ്രസ് ദ ബെൽ ഐക്കൺ. റൈറ്റ്, സോ നമ്മൾ മൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റലിലേക്ക്. ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നത്തിങ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, അതാണ് ഡിഫെക്റ്റിന്റെ ഏറ്റവും വലിയ പോയിന്റ്. പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം ഇല്ല. നത്തിങ് ഈസ് ഐഡിയൽ, പെർഫെക്റ്റ്. അപ്പം എല്ലാത്തിനും ഒരു ഡിഫെക്റ്റ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫെക്ട്സ്? നമ്മളിപ്പോൾ പഠിക്കുന്നത് സോളിഡ്സ് എന്ന ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ഞാൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ വളരെ ചുരുക്കി പറയാണ്. ഡിഫെക്റ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ്. ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനുള്ള അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ സ്പേസിൽ 3D അറേഞ്ച്മെന്റിന്, അതിനാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുക. ആ സ്റ്റോഷിയോമെട്രിയിൽ വ്യത്യാസമില്ലാതെ, എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ അത്തരം എന്നാൽ കുറച്ച് ഡിഫക്റ്റുകൾ ഉണ്ട് താനും. അറേഞ്ച്മെന്റിന്, അതിന്റെ രൂപഘടനയിൽ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ എന്തൊക്കെയോ പോരായ്മകളുണ്ട്. അത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ വരുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന ഭാഗത്തേക്കും. എന്നാൽ നോൺ സ്റ്റോഷിയോമെട്രി എന്ന് പറയുമ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനോടുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റിനുള്ളൊരു വ്യത്യാസമോ അതിൽ എന്തെങ്കിലും ഒരു പോരായ്മയോ ഉണ്ടെങ്കിൽ അത് നോൺ സ്റ്റോഷിയോമെട്രി ആണ്. അത്തരത്തിലുള്ള ഡിഫക്റ്റുകളെ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നും വിളിക്കും. ഓക്കെ, ഇനി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, അതായത് അറേഞ്ച്മെന്റിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ഡിഫക്റ്റുകൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഷോർട്ട്കി ഡിഫക്റ്റ്. ഓക്കെ, ഷോർട്ട്കി. സെക്കൻഡ് വൺ ഈസ് ഫ്രങ്കൽ. ഷോർട്ട്കി ആൻഡ് ഫ്രങ്കൽ കംസ് അണ്ടർ സ്റ്റോഷിയോമെട്രി. അപ്പോൾ ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനകത്ത് വരുന്ന രണ്ട് പേരാണ് ഷോർട്ട്കിയും ഫ്രങ്കലും. അടുത്തത് നോൺ സ്റ്റോഷിയോമെട്രി. നോൺ സ്റ്റോഷിയോമെട്രിക്കകത്ത് വരുന്ന രണ്ട് പേര്, ഓക്കെ, അതായത് നമ്മുടെ അറേഞ്ച്മെന്റിനെ ബാധിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ഡിഫക്റ്റുകളുണ്ട്. ആ ഡിഫക്റ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തരത്തിലാണ്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ലോഹം എക്സസ് അധികം, എന്തൊക്കെയോ അധികമായിട്ട് വന്നിട്ടുള്ള ഡിഫക്റ്റ്. അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസി. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പോരായ്മ, ഇല്ലായ്മ. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഓക്കെ, ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി and due to excess cation. Okay, anion vacancy, excess cation വരുന്നത് എക്സസ് ഡിഫക്റ്റ്. ഇനി ഡെഫിഷ്യൻസി ഡിഫക്റ്റിനകത്ത് രണ്ട് പേര് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി ആൻഡ് ഡ്യൂ ടു എക്സ്ട്രാ ഇന്റർസ്റ്റീഷ്യൽ ആനയോൺ. നാലും ഒരുപോലെ ഇരിക്കുന്നു. ഓക്കെ, എങ്ങനെ പഠിക്കാം? എളുപ്പം ഞാനിവിടെ നിങ്ങൾക്കൊരു ക്ലൂ തരാം. നിങ്ങൾക്ക് രണ്ടെണ്ണം പഠിക്കാനുള്ളത്. ഒന്ന് ഈ മെറ്റൽ എക്സസും മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസിയുമാണ്. ഓക്കെ, നോൺ സ്റ്റോഷിയോമെട്രിക്കകത്ത് രണ്ടുപേര്. ഞാൻ മെറ്റൽ ഡെഫിഷ്യൻസിക്ക് MD എന്ന് കൊടുക്കുന്നു, മെറ്റൽ ഡെഫിഷ്യൻസിക്കകത്ത് MD എന്ന് കൊടുക്കുന്നു. ഓക്കെ, മെറ്റൽ എക്സസിനെ ME എന്നും കൊടുക്കുന്നു. മെറ്റൽ എക്സസ്, മെറ്റൽ ഡെഫിഷ്യൻസിക്ക് MD. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ട് പേരാണുള്ളത്, കാറ്റയോണും ഓക്കെ ആനയോണും. അതേപോലെ ഇവിടെ നിങ്ങൾ എഴുതുക കാറ്റയോണും ആനയോണും. അറിയാലോ, കാറ്റയോൺ, ആനയോൺ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു അയോൺ, ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു അയോൺ. ഇനി ഞാനിത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതായത് MD ഇങ്ങനെ കാറ്റയോണും ആനയോണും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ME എക്സസിനകത്തും കാറ്റയോണും ആനയോണും ഈ രൂപത്തിൽ കൊടുത്തു. ഇനി നോക്കിയേ, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ ആദ്യം വരുന്നത് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. സോ ദാറ്റ് ഈസ് MD
CV cation vacancy. കൂട്ടി വായിച്ചേ, മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. ഒന്ന് വേക്കന്റ് ആണെങ്കിൽ അടുത്തത് എക്സസ് ആയിരിക്കും. അപ്പൊ MD ആനയോൺ അപ്പൊ എന്തായിരിക്കും, എക്സസ് ആയിരിക്കും, എക്സസ്. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ഇത് ഓർത്തു വെക്കാൻ നമ്മൾ ഒന്ന് മാത്രം പഠിച്ചാൽ മതി, MDCV എന്ന് പഠിക്കുക. അതായത് മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ വേക്കൻസി കാറ്റയോണിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സസ് ആയിട്ട് വരുന്നത് ആനയോൺ ആയിരിക്കും. അടുത്തത് ഇനി നിങ്ങൾ കാണാതെ പഠിക്കരുത്, മെറ്റൽ എക്സസ് ആണ്, സി ഇവിടെ വേക്കൻസി ആയതുകൊണ്ട് അടുത്തത് ഇവിടെ സി എക്സസ് ആയിരിക്കും. എ നേരത്തെ എക്സസ് ആയതുകൊണ്ട് തിരിച്ചിടുക, ആനയോൺ വേക്കൻസി ആയിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരെണ്ണം മാത്രം പഠിക്കുക, നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത് MDCV ആണിതാ, ഇവരെയാണ്. MDCV പഠിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ഡെഫിഷ്യൻസി കാറ്റയോൺ വേക്കൻസി, ആദ്യത്തേത് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അങ്ങനെയാണെങ്കിൽ ആനയോൺ അപ്പോൾ എക്സസ് ആയിരിക്കും. മെറ്റൽ എഫിഷ്യൻസി, മെറ്റൽ എക്സസിനകത്ത് അപ്പോൾ അടുത്തത് സി കാറ്റയോൺ തിരിച്ചിടുക, എക്സസ് ആയിരിക്കും, ആനയോൺ വേക്കന്റ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ പഠിക്കാനുള്ള ഒരു ഫോർമാറ്റ്. ഒരെണ്ണമേ പഠിക്കാവൂ, ബാക്കി നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റണം. നോക്കിയേ, മെറ്റൽ എക്സസ് ആദ്യം ആനയോൺ വേക്കൻസി, മെറ്റൽ എക്സസ് ആനയോൺ വേക്കൻസി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, അടുത്തത് ഞാൻ പറയുന്നത് ഈ പിക്ചർ ഞാൻ ഇവിടെ എഴുതിയതിനകത്ത് നോക്കുക, മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സസ് കാറ്റയോൺ. നോക്കി, ഡ്യൂ ടു എക്സസ് കാറ്റയോൺ. ഇനി അടുത്ത് ഞാനിവിടെ എഴുതിയതിലേക്ക് വരിക, മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി, CV. ഇതാണ് ആദ്യത്തേത്, കാറ്റയോൺ വേക്കൻസി. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു എക്സസ് ആനയോൺ. നോക്കിയേ, എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ ആനയോൺ എന്ന് പറയുന്നത് എക്സസ് ആനയോണിന് തന്നെയാണ്. പേര് തന്നെ ഉദ്ദേശിച്ച് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരുന്നു എന്നുകൊണ്ടാണ്. സോ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഫോർമാറ്റ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഈ മൂന്നാമത്തെ ഒരു ടീം കൂടെയുണ്ട് ഡിഫക്റ്റിനകത്ത്. ഞാൻ ഈ ഒരു പിക്ചറിനകത്ത് എഴുതിയില്ല, പക്ഷെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. റൈറ്റ്. അപ്പൊ 3 തരം ഡിഫക്റ്റുകൾ, സ്റ്റോഷിയോമെട്രി, നോൺ സ്റ്റോഷിയോമെട്രി ആൻഡ് ഇംപ്യൂരിറ്റി. അതിനകത്ത് തന്നെ സ്റ്റോഷിയോമെട്രി 2 തരത്തിൽ, ഷോട്ട്കി ആൻഡ് ഫ്രെങ്കൽ. നോൺ സ്റ്റോഷിയോമെട്രിയും 2 തരത്തിൽ, മെറ്റൽ എക്സസ്, മെറ്റൽ ഡെഫിഷ്യൻസി, എക്സസ് 2 തരത്തിൽ. അത് പഠിക്കാനുള്ള ചെറിയ പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത്. MDCV എന്ന് പഠിക്കുക. ഈ സി, ആദ്യത്തെ സി ഉദ്ദേശിക്കുന്ന കാറ്റയോൺ, അവിടെ താഴെ വരുന്നത് ആനയോൺ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞ പാറ്റേണിൽ നിങ്ങൾ പഠിക്കുക. റൈറ്റ്. അപ്പൊ ഇതിനകത്ത് സാധാരണ ചോദിക്കുന്നത് ഏതൊക്കെ? എപ്പോഴും ചോദിച്ചു വരാറുള്ളത് ഒരെണ്ണം ഫ്രെങ്കൽ ആണ്, പിന്നെ ഒരെണ്ണം ഷോട്ട്കിയും തന്നെയാണ്. പിന്നെ ചോദിക്കാറുള്ളത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. അധികം ചോദിക്കാത്തൊരു സെഷനാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. പക്ഷെ അതിനകത്ത് ഉള്ളിൽ നിന്ന് കാറ്റയോൺ വേക്കൻസിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, അതുപോലെ തന്നെ ആനയോൺ വേക്കൻസിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരാം. അതെങ്ങനെയാണെന്ന് നമുക്ക് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഷോട്ട്കി ഡിഫക്റ്റിലേക്ക് ചാടാൻ പോവുകയാണ് കേട്ടോ. ഷോട്ട്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആനയോൺ ആണ്. ഓക്കെ, ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആനയോൺ ആണ്. അതുപോലെ തന്നെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാറ്റയോൺ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഇതിനകത്ത് ബ്ലൂ ഒരു പാറ്റേൺ നോക്കുക, റെഡ് ബ്ലൂ, റെഡ് ബ്ലൂ, ആ പാറ്റേണിലാണ് പോകുന്നത്. സോ ഇവിടെ ഒരു റെഡ് മിസ്സിംഗ് ആണ്, ഇവിടെ ഒരു ബ്ലൂവും മിസ്സിംഗ് ആണ്. സോ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ, മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. റൈറ്റ്, അതാണ് ഷോട്ട്കി ഡിഫക്റ്റ്. ഇനി ഷോട്ട്കി ഡിഫക്റ്റ് അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ആനയോണും കാറ്റയോണും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ നമുക്ക് ആനയോണും കാറ്റയോണും മിസ് ആയത് കൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യം ആണ്. ഓക്കെ, മാസ് ഭാരം. അപ്പൊ 2 പേര് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു കാറ്റയോണും പോയി ആനയോണും പോയി, എന്തായാലും ഭാരം കുറഞ്ഞു. സോ ഡെൻസിറ്റി ഡിക്രീസ് എന്നാണ് ഞാൻ ആരോ മാർക്ക് താഴേക്ക് ഇടുന്നത്. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും വലിയ പോയിന്റ്. ഇനി ഇതിന്റെ എക്സാമ്പിൾസും കൂടെ ഓർത്ത് വെക്കുക, NaCl, KCl. ഓക്കെ, അപ്പൊ ഇതാണ് ഷോട്ട്കി ഡിഫക്റ്റ്, മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. അപ്പൊ ഷോട്ട്കി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഡയലോഗ് അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ പിക്ചർ വരയ്ക്കാൻ മറക്കരുത്, വരയ്ക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് A+B- എന്നുള്ള രീതിയിലാണ് കൊടുത്തത്, ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ബോൾ ബ്ലൂ ബോൾ എന്നുള്ള രീതിയിലാണ്. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ ആ ഒരു പിക്ചർ വരയ്ക്കുക. എന്നിട്ട് ഒരു ആനയോണിന്റെ സൈഡും നിങ്ങൾ അവിടുന്ന് മായ്ച്ചു കളയണം, ഒരു കാറ്റയോണിന്റെ പോർഷനും കളയണം. എന്നിട്ട് എഴുതുക, ഇറ്റ്സ് ഡെൻസിറ്റി ഡിക്രീസസ് ബിക്കോസ് മാസ് ഡിക്രീസസ്. എക്സാമ്പിളും എഴുതുക. ഷോട്ട്കി തീർന്നു.
ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഫ്രങ്കൽ ഡിഫക്റ്റ്, രണ്ടാമത്തെ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഫ്രങ്കലിലേക്ക് വന്നാൽ അതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ സി നേരത്തെ അതേപോലെ തന്നെയാണ് എ പ്ലസ് ബി മൈനസ്, അല്ലെങ്കിൽ ഒരു പിങ്ക് ബോളും ഒരു യെല്ലോ ബോളുമാണ് ഇപ്പൊ നമ്മുടെ ആനിയോണും കാറ്റയോണുമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഈ പിങ്ക് ബോൾ അല്ലെങ്കിൽ നമ്മുടെ കാറ്റയോൺ ചാടി ഇറങ്ങിയിട്ട് ഇവിടെ വേക്കൻറ്റ് സൈറ്റ് ഉണ്ട്, അതിനാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറയാറുള്ളത്. അങ്ങോട്ട് ചാടി കയറി ഇരുന്നിട്ടുണ്ട്. ഇച്ചിരി സ്ഥാനം മാറുന്നൊരു പരിപാടി. ഈ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ബഹളം വെക്കുമ്പോൾ ടീച്ചേഴ്സ് എഴുന്നേൽപ്പിച്ച് നിർത്താറില്ലേ? ഒന്ന് പൊസിഷൻ മാറ്റുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് സ്ഥലം മാറ്റി ഇരുത്താറില്ലേ? അത്രയേ ഉള്ളൂ. ഇവിടെയും സംഭവിച്ചത് സ്ഥലം മാറിയിരുന്നു എന്ന് വിചാരിച്ച് സ്ട്രെങ്ത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഡെൻസിറ്റിയെ ഇത് എഫക്ട് ചെയ്യുന്നില്ല. ഡെൻസിറ്റി അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ എന്ത് സംഭവിച്ചു ശ്രദ്ധിക്കുക. ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ല, പകരം വേക്കൻസി അല്ലെ. ഇപ്പൊ ചില സമയത്തുണ്ടാവും അധികം സംസാരിക്കുന്ന കുട്ടികളെയൊക്കെ ടീച്ചേഴ്സ് കയറിയിട്ടില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നവരെയൊക്കെ കയറിയിട്ട് അവരുടെ പൊസിഷൻ മാറ്റി ടീച്ചേഴ്സ് ചെയറിലൊക്കെ കയറ്റി ഇരുത്തുന്നത്, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിർത്തുന്നത്. ഇത് സെയിം പ്രോസസ്. സ്ഥാനം ഒന്ന് മാറ്റി പിടിക്കുക ചെയ്തിട്ടുള്ളൂ. എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ അറേഞ്ച്മെന്റിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. പുള്ളിക്കാരനൊന്ന് സ്ഥാനം മാറിയിരുന്നിട്ടേ ഉള്ളൂ. സോ ഡെൻസിറ്റിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾസ്. അപ്പം ആദ്യം നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷനാണ് ഫ്രങ്കൽ ചോദിച്ചാൽ എഴുതേണ്ടത്. അതായത് കാറ്റയോൺ, യൂഷ്വലി കാറ്റയോൺ ആണ്, ആനയോണും ചെയ്യാറുണ്ട്. ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം കൂടുതൽ ചെയ്യാറുള്ളത് കാറ്റയോൺസ് ആണ്. കാറ്റയോൺസ് എന്ത് ചെയ്യുന്നു? ലീവ്സ് ഇറ്റ്സ് ഒറിജിനൽ സൈറ്റ് ആൻഡ് ഒക്യുപ്പൈസ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഡെൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. മൂന്നാമത്തത് എക്സാമ്പിൾസ് ആണ്, ദാറ്റ് ഈസ് AgCl, ZnS എല്ലാം. ഓക്കെ, ഇനി ഇവർക്ക് രണ്ടുപേർക്ക് ഷോർട്ട് കീക്കും ഫ്രങ്കലിനുള്ള രണ്ട് പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ഷോർട്ട് കീ കാണിക്കുന്നത് സാധാരണഗതിയിൽ ഷോർട്ട് കീ കാണിക്കുന്നത് ഹൈ കോർഡിനേഷൻ നമ്പർ കോമ്പൗണ്ട്സ് ആണ്. ഹൈ കോർഡിനേഷൻ. അപ്പൊ ഫ്രങ്കൽ കാണിക്കുന്നത് ലോ കോർഡിനേഷൻ നമ്പർ കോമ്പൗണ്ട്സ്. ഓക്കെ, ഷോർട്ട് കീ കാണിക്കുമ്പോൾ അവിടെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും സൈസ് സിമിലർ ആയിരിക്കും ഓൾമോസ്റ്റ്. ഓക്കെ, ഫ്രങ്കൽ ആണെങ്കിൽ ഇവിടെ ആനയോണിന്റെ സൈസ് ഇച്ചിരി ചെറുതായിരിക്കും. സോറി, ആനയോണിന്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും, കാറ്റയോൺ സൈസ് ഇച്ചിരി ചെറുതായിരിക്കും. ഇതാണ് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ അടുത്ത പോയിന്റ്. അപ്പോൾ ഹൈ കോർഡിനേഷൻ നമ്പർ കാണിക്കുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റുകളും ലോ കോർഡിനേഷൻ നമ്പർ കോമ്പൗണ്ട്സ് കാണിക്കുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റും ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും ഷോർട്ട് കീയും ഫ്രങ്കലുമാണ് നിങ്ങളുടെ അടുത്ത പോയിന്റിലേക്ക് വരുന്നത്. ഇനി വരുന്നതാണ് നമ്മുടെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഓക്കെ, സോ ഇവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പിക്ചർ, ഇതല്ല കറക്റ്റ് പിക്ചർ, ഇതിന്റെ ഞാനത് കാണിക്കാം. പിക്ചർ ഏതാന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ പിക്ചർ അല്ല കേട്ടോ. സോ ഡ്യൂ ടു ആനയോൺ വേക്കൻസി, ആനയോൺ വേക്കൻസിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ആനയോൺ വേക്കൻസി മെറ്റൽ എക്സസ് ആണ്. നമ്മൾ പറഞ്ഞു മെറ്റൽ ഡെഫിഷ്യൻസി CV ആണ്. ഓക്കെ, CV. അപ്പൊ മെറ്റൽ ഡെഫിഷ്യൻസി ആനയോൺ ആകുമ്പോൾ എക്സസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ME കാറ്റയോൺ ആനയോൺ എഴുതുക. കാറ്റയോൺ ഇവിടെ വേക്കന്റ് ആയതുകൊണ്ട് ഇവിടെ എക്സസ് ആയിരിക്കും, ഇവിടെ വേക്കന്റ് ആയിരിക്കും. സോ ഇത് നമ്മുടെ ഒരു പഠിക്കാനൊരു പാറ്റേൺ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ ആനയോൺ വേക്കൻസിയിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആനയോൺ വേക്കൻസി എങ്ങനെയാണെന്ന് സോ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ആ പിക്ചർ ഒന്ന് നിങ്ങൾക്ക് വരയ്ക്കാം, എന്നിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. A plus B minus A plus B minus. ഓക്കെ, സിമിലർലി താഴെ അൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കണം. A പ്ലസിന് താഴെ B മൈനസ്, A പ്ലസ് B മൈനസ്, A പ്ലസ്, അഗെയിൻ A പ്ലസ് B മൈനസ്, A പ്ലസ് B മൈനസ്. ഓക്കെ, ഇനി ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഒരു ശ്രദ്ധിക്കുക, വാക്ക് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. മെറ്റൽ എക്സസ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ഒരു ആനയോൺ, അതായത് A പ്ലസ് B മൈനസ് അല്ല, ഞാനിപ്പോ ഇവിടെ റബ് ചെയ്ത് ഈ ആനയോൺ ഇത് ഇറങ്ങിപ്പോവുക, മിസ്സിംഗ് ആവുകയാണ്. ഒരു ആനയോൺ മിസ്സാവുന്നു. ഓക്കെ, ഒരു ആനയോൺ മിസ്സാവുന്നു, അതാണ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. വേക്കന്റ് ആവുകയാണ് ഒരു ആനയോൺ. B മൈനസ് ഒരെണ്ണം പോയി.
പക്ഷേ അതിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു രീതിയിൽ കളർ മാറ്റി കൊടുക്കാൻ പോവാണ്. ഇതിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗ്യാപ്പിനകത്ത് ഒരു ഇലക്ട്രോൺ കയറിയിരിക്കുന്നു. സി മിസ്സായത് ആരെ നോക്കുക, ഒരു ബി മൈനസ് ആണ്. മൈനസ് ചാർജിനെ നമുക്ക് നഷ്ടപ്പെട്ട് ബി മൈനസ് പോയി. ആ മൈനസിന് പകരം ഒരു ഇലക്ട്രോൺ നമ്മുടെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് കയറിയിരിക്കുന്നു. ഈ ഇലക്ട്രോണിന് ഒരു പേര് വിളിക്കും, അതാണ് എഫ് സെന്റേഴ്സ്. ഓക്കെ, എഫ് സെന്റേഴ്സ്. എഫ് സെന്റർ ഇലക്ട്രോൺ എന്നാണ് ഈ ഇലക്ട്രോണിനെ വിളിക്കുക. ഈ ഇലക്ട്രോണിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് these electron can absorb light from visible region. ഓക്കെ, വിസിബിൾ റീജിയണിൽ നിന്ന് എനർജിയോ ലൈറ്റോ അബ്സോർബ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ചാടി കളിക്കാം, ജമ്പ് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ ഈ കോമ്പൗണ്ടിന് കളറിന് ഒരു സാധ്യതയുണ്ട്, കളർ ലഭിക്കും, കളേർഡ് കോമ്പൗണ്ട്സ് ആയി മാറും. അതിന് കാരണം എന്താണ്, ഈ ആനയോൺ മിസ്സായ ആ ഒരു സ്ഥാനത്ത് അതിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം എത്ര പ്ലസ് ചാർജ് ഉണ്ടോ അത്രയും മൈനസ് വേണമായിരുന്നു. ഒരു മൈനസ് ഓൾറെഡി ഇറങ്ങിപ്പോയപ്പോൾ ആ മൈനസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ കയറി വരുന്നു. ആ ഇലക്ട്രോൺ ആണ് ഇനി ഇവിടെ ഈ ഇരിക്കുന്ന ഇലക്ട്രോണിന് വിസിബിൾ റീജിയണിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ജമ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പൊ അവിടെ വരുന്ന ഏത് കോമ്പൗണ്ട് ആണോ നിങ്ങൾ എടുക്കുന്നത് ആ കോമ്പൗണ്ടിന് കളർ കിട്ടും. അത് ഏതൊക്കെയാ കളർ എന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഒന്ന് NaCl, എക്സസ് ആയിട്ടുള്ള സോഡിയം NaCl-നകത്ത് കൊടുക്കുന്ന കളർ യെല്ലോ. excess of potassium in KCl gives it violet and excess of lithium in LiCl, lithium chloride, makes it pink. അപ്പൊ ആ കളറുകൾ ഏതൊക്കെയാ നോക്കുക. Na in NaCl ആണെങ്കിൽ യെല്ലോ, ഓക്കെ, K in KCl ആണെങ്കിൽ വയലറ്റ്, അതേപോലെ ലിഥിയം ഇൻ LiCl ആണെങ്കിൽ ദ കളർ ഈസ് പിങ്ക്. ഈ കളറുകൾക്ക് കാരണം ഈ എഫ് സെന്റർ ഇലക്ട്രോൺ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ചോദിക്കുന്ന ചോദ്യം വാട്ട് ഈസ് മെറ്റൽ എക്സസ് ഡിഫെക്ട് എന്ന രീതിയിൽ സാധാരണ ചോദിക്കാറില്ല, പക്ഷെ ചോദിക്കും വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കളർ യെല്ലോ ഇൻ NaCl സോളിഡ് ക്രിസ്റ്റൽ. അതിന് കാരണം അത് ആനയോൺ വേക്കൻസിയിലെ ഈ ഇലക്ട്രോൺ എഫ് സെന്റർ ഇലക്ട്രോൺ ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്ത് നമ്മൾ നോക്കുക, അടുത്ത എക്സസ് കാറ്റയോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു MdCv കഴിഞ്ഞു, നമ്മൾ MD കഴിഞ്ഞു, ഇനി MEയിലേക്ക് എക്സസ് കാറ്റയോൺ. ആ പേര് ശ്രദ്ധിക്കുക, മെറ്റൽ എക്സസ് കാറ്റയോൺ ആണ്. എക്സസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അധികമാണ്, അധികമായിട്ട് ഒരു കാറ്റയോൺ വരുന്നു. എവിടേക്ക് വരുന്നു? അധികമായ ഒരു കാറ്റയോൺ, ഇവിടെ ഒന്നും ഗ്യാപ്പ് ഇല്ല, അധികമായിട്ടൊരു കാറ്റയോൺ. നോക്കി, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജ് ആണ്. ആ അധികമായിട്ടുള്ള കാറ്റയോൺ കയറിയിരിക്കുന്നത് ഇന്റർസ്റ്റീഷ്യൽ അല്ലെങ്കിൽ അതിന്റെ ഗ്യാപ്പിനകത്ത്, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിനകത്ത് ഒരു കാറ്റയോൺ അധികമായിട്ട് കയറിയിരിക്കുന്നു. എക്സസ് ആയിട്ട്, എക്സസ് അധികം, ആരധികം? കാറ്റയോൺ അധികം. ഓക്കെ, അപ്പോഴും ഒരു കാറ്റയോൺ അധികമായപ്പോൾ അതിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി പ്ലസിന്റെയും മൈനസിന്റെയും എണ്ണം, ഒരു പ്ലസ് ചാർജ് കൂടി. സ്വാഭാവികമായിട്ട് ഒരു മൈനസ് ചാർജ് കൂടാൻ വേണ്ടിയിട്ട് അടുത്ത് ചുമ്മാ ഇരിക്കത്തില്ല, ഒരു ഇലക്ട്രോൺ കയറി അങ്ങിരിക്കും. അപ്പം ചാർജ് ഒക്കെ കറക്റ്റ് ആയി. അപ്പൊ ഇതിനെയാണ് എക്സസ് കാറ്റയോൺ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രോൺ പുള്ളിക്കാരന് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. നേരത്തെ അതേപോലെയാണ്, തൊട്ട് മുമ്പുണ്ടായിരുന്ന സ്ലൈഡിൽ നിങ്ങൾ കണ്ടതെന്തോ അതേപോലെ ഇലക്ട്രോൺ ഇവിടെയുണ്ട്. സോ ദിസ് ക്യാൻ ഓൾസോ അബ്സോർബ് എനർജി. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ എക്സസ് കാറ്റയോൺസ് ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ZnO കോമ്പൗണ്ട് ആണ്, സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സിങ്ക് ഓക്സൈഡിനകത്ത് ഈ എക്സസ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് തന്നെ അത് യെല്ലോ കളറായിട്ട് കാണാൻ സാധ്യതയുണ്ട്. ആ എക്സസ് ഇലക്ട്രോൺ വരാൻ കാരണം തൊട്ടിപ്പുറത്ത് ഒരു എക്സസ് കാറ്റയോൺ വന്നതുകൊണ്ടാണ്. റൈറ്റ്. സോ ഇതാണ് സാധാരണഗതിയിൽ എക്സസ് കാറ്റയോണും അതുപോലെ തന്നെ ആനയോൺ വേക്കൻസിക്കകത്ത് നമുക്ക് മെറ്റൽ എക്സസ് ഡിഫെക്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസി. ഡെഫിഷ്യൻസിക്കകത്ത് പഠിക്കാനുള്ള രണ്ട് പേരെയാണ്. ഒന്ന് കാറ്റയോൺ വേക്കൻസി, നമ്മൾ നേരത്തെ പഠിച്ച ആ പാറ്റേൺ വീണ്ടും ഓർത്തു വെക്കുക. MD മെറ്റൽ ഡെഫിഷ്യൻസി, പിന്നെ കാറ്റയോൺ ആനയോണോട് MdCv, അങ്ങനെയാണെങ്കിൽ ആനയോൺ എക്സസ്. നോക്കിയേ, ആനയോൺ അണ്ടർലൈൻ ചെയ്യുന്നത് നോക്കുക, എക്സസ് അല്ല എക്സ്ട്രാ ആനയോൺ ആണ്, അതാണ് എക്സസ് അല്ലെങ്കിൽ എക്സ്ട്രാ ആനയോൺ. MdCv കാറ്റയോൺ വേക്കൻസി. അപ്പൊ അടുത്തത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ME നോക്കുക, മെറ്റൽ എക്സസ്, കാറ്റയോൺ, ആനയോൺ. ഇവിടെ വേക്കൻസി ആയതുകൊണ്ട് ഇവിടെ എക്സസ് ആയിരിക്കും, ആനയോൺ ആയതുകൊണ്ട് ഇവിടെ
വേക്കന്റ് ആയിരിക്കും. ഇതെല്ലാവർക്കും മാറാറുണ്ട്. അതുകൊണ്ടാണ് മിസ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. സോ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. ഡെഫിഷ്യൻസി ഡിഫക്റ്റിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കി, ഒരെണ്ണം ഡെഫിഷ്യൻസിക്കകത്ത് ആദ്യം കാറ്റയോൺ വേക്കൻസി ആണ്. കാറ്റയോണിന്റെ സൈറ്റ് വേക്കന്റ് ആയിരിക്കും. നോക്കിയേ, ഇവിടെ എ പ്ലസ് ബി മൈനസ്, നോക്കി ഒരു പ്ലസ് ചാർജ്, ഇവിടെ എ പ്ലസ് ഉണ്ടാകേണ്ടടുത്ത് ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ, അപ്പോഴും അവിടെ ഇലക്ട്രിക്കൽ ഒരു എ പ്ലസ് മിസ്സിംഗ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു? തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് ആയിട്ടുള്ള, നോക്കിയേ, നെയ്ബറിംഗ് ആയിട്ടുള്ള ഒരു കാറ്റയോൺ ഒരു അഡീഷണൽ ചാർജ്, എല്ലാം പ്ലസ് ആയിരുന്നിടത്ത് ഇവിടെ A2 പ്ലസ് ഒരു അഡീഷണൽ ചാർജ് കയറി വരുന്നു. ഓക്കെ, ഇനി എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ ആനയോൺ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു ആനയോൺ എക്സ്ട്രാ കയറിയിരിക്കുകയാണ് എവിടെ? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ. പേര് പോലെ തന്നെയാ, ആനയോൺ മൈനസ് ചാർജ് കയറിയിരിക്കുന്നു എവിടെ? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ. അപ്പോഴും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബാധിച്ചു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവിനെ ബാധിച്ചു. ഒരു നെഗറ്റീവ് കൂടിയാൽ ഒരു പോസിറ്റീവ് കൂടണം. എവിടെ കൂടി? ദേ തൊട്ടടുത്തിരിക്കുന്ന നെയ്ബറിംഗ് ആയിട്ടുള്ള കാറ്റയോണിനകത്ത് ഒരു പോസിറ്റീവ് ചാർജ് അധികമായി വന്നു. റൈറ്റ്. ഇനി ഇവിടെ നിങ്ങൾക്ക് സാധാരണ ചോദിക്കാറുള്ള ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്നാണ്, വാട്ട് ഡു യു മീൻ ബൈ ഫൂൾസ് ഗോൾഡ്? ഫൂൾസ് ഗോൾഡ് എന്നാൽ എന്ത്? അയൺ പൈറേറ്റ്സ്. അയൺ പൈറേറ്റ്സിനെ സാധാരണ ഫൂൾസ് ഗോൾഡ് എന്ന ഒരു പേരിൽ വിളിക്കാറുണ്ട്. അയൺ പൈറേറ്റ്സ്. ഓക്കെ, ഫൂൾസ് ഗോൾഡ് എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക, അയൺ പൈറേറ്റ്സിനകത്ത് FeO, ഓക്കെ, FeO ആയിക്കോട്ടെ, FeS ആയിക്കോട്ടെ, അതിനകത്ത് Fe കാണുന്നത് Fe2 പ്ലസ്, Fe2 പ്ലസ്, Fe2 പ്ലസ്, 3 Fe2 പ്ലസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി, 3 കാറ്റയോൺസ് ആണ് ഞാനിപ്പോൾ എടുത്തത്. ഇടയിൽ ആനയോൺസ് ഉണ്ട്, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. O2 മൈനസ് ഉണ്ട്, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോ തൽക്കാലം ഞാനത് വിട്ടിട്ട് സാധാരണ നമ്മുടെ കാറ്റയോണിലേക്ക് ഫോക്കസ് ചെയ്യും. ഇവിടെ നിന്നും കാറ്റയോൺ വേക്കൻസി ഇതാ ഇയാളെ അങ്ങ് മായ്ക്കാൻ പോവാണ്. ആരോ ഒരു Fe2 പ്ലസിനെ മായ്ച്ചു. അപ്പൊ നോക്കിയോ, Fe2 പ്ലസ് 2 2 പ്ലസ് മിസ്സിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അടുത്തുള്ള ഈ ഇതിലേക്ക് രണ്ടിലും ഓരോ അയോൺസ്, ഓരോ പ്ലസ് ചാർജ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഇവിടെ 2 പേര് പോയപ്പോ ഒരെണ്ണം ഇയാൾക്കും കൊടുത്തു, ഒരെണ്ണം ഇയാൾക്കും കൊടുത്തു, ഇയാളങ്ങ് പോയി. ഇവിടെ ഒരു വേക്കൻസി വന്നു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ആര് തമ്മിലാ ട്രാൻസ്ഫർ ചെയ്തേ? Fe2 പ്ലസും Fe3 പ്ലസും തമ്മിലുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ കാരണം ഈ അയൺ പൈറേറ്റ്സിന് ഒരു ഷൈനിങ് അപ്പിയറൻസ് കിട്ടും. ഷൈനിങ്, തിളങ്ങാൻ തുടങ്ങും. അപ്പൊ അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഗോൾഡ് ആണെന്ന്. സാധാരണഗതിയിൽ മണലിന്റെ ഒക്കെ ഇടയിൽ നമുക്ക് കാണുന്ന ഒരു സാധനമാണ്, മണൽ തരികൾക്കിടയിൽ കാണുന്ന ഒരു സാധനമാണ് ഈ അയൺ, ഇരുമ്പിന്റെ തരികൾ. അതുപോലെ തന്നെ ഗോൾഡിന്റെ തരികൾ. അപ്പൊ നമ്മൾ ഇരുമ്പിന്റെ തരികൾ Fe2 പ്ലസ് Fe3 പ്ലസ് കാറ്റയോൺ വേക്കൻസി കാണിക്കുകയാണെങ്കിൽ അവർ തിളങ്ങും. തിളങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഗോൾഡ് ആണെന്ന്. പക്ഷെ ആക്ച്വലി പറ്റിച്ചു. ദാറ്റ് ഈസ് ഫൂൾസ് ഗോൾഡ്, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നു. അയൺ പൈറേറ്റ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ ഇലക്ട്രോൺ, ദാറ്റ് ഈസ് Fe3 പ്ലസ്, ആൻഡ് there is an electron exchange between Fe2 plus and Fe3 plus which gives it a shining appearance due to cation vacancy. ഓക്കെ, സോ ഇതാണ് സാധാരണ ഫൂൾസ് ഗോൾഡിനെ കുറിച്ചാണ് ഇതിനകത്തുനിന്ന് സാധാരണ ചോദിച്ചു വരാറുള്ളത്. ഇനി അടുത്ത ഡിഫക്റ്റിലേക്ക് നമ്മൾ വരുന്നു, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. കെമിസ്ട്രിക്കകത്ത് ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റ് ഭാഷകളിൽ, മറ്റ് സബ്ജക്റ്റുകളിൽ നമ്മൾ പറയുന്ന പോലെയല്ല. ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് എന്തും നമ്മിൽ പെടാത്തത് ഇംപ്യൂരിറ്റിയാണ്. നല്ലത് തന്നെ ആയിരിക്കാം, പക്ഷെ എന്റെ കൂട്ടത്തിൽ വരാത്തത് കൊണ്ട് അത് ഇംപ്യൂരിറ്റിയാണ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത്, ഈ നിങ്ങൾ എടുത്തിരിക്കുന്ന പിക്ചർ NaCl ആണ്. ഓക്കെ, ഈ NaClന്റെ അകത്ത് അവർ NaCl ആയിട്ട് മനസ്സമാനത്തോടെ കഴിയുന്നിടത്ത് പുറത്ത് നിന്ന് ആര് വന്നാലും അവർക്കത് ഇംപ്യൂരിറ്റിയാണ്. നല്ല ഹാപ്പിലി കപ്പിൾസിനിടയിൽ പുറത്തു നിന്ന് ആരെങ്കിലും ഒരാൾ കയറി വന്നാൽ ദാറ്റ് ഈസ് ആൻ ഇംപ്യൂരിറ്റി. അയാൾ വൃത്തികേടായിക്കോണമെന്നില്ല, പക്ഷെ അതൊരു ഇംപ്യൂരിറ്റിയാണ്. ഇവിടെ പുറത്തു നിന്നും ആൾ കയറി വരുന്ന ആള് SrCl2, സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആണ്. ഓക്കെ, SrCl2. ഈ SrCl2 കയറി വന്നാൽ എന്ത് സംഭവിക്കും? ഇത് Sr2 പ്ലസും Cl മൈനസും ആയിട്ടാണ് ഇവർ നിൽക്കാറുള്ളത്. ഓക്കെ, ഈ Sr2 പ്ലസ് എങ്ങനെയാണ് നോക്കുക. ഇവിടെ Na പ്ലസ് Cl മൈനസ്, അങ്ങനെ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ Na പ്ലസും ഇരിക്കുന്നിടത്ത് നിങ്ങൾ പകരം ഒരു Na പ്ലസിന്റെ സ്ഥാനത്ത് ഒരു Sr2 പ്ലസ് കയറി. നോക്കിയേ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു Na പ്ലസിന്റെ സ്ഥാനത്ത് ഒരു Sr2 പ്ലസ് കയറി. ഈ Sr2 പ്ലസ് കാണുന്നുണ്ടല്ലോ, ഈ Sr2 പ്ലസ് അവിടെ 2 പ്ലസ് ചാർജ് വന്നു. പക്ഷെ ഇരുന്നിടത്ത് ആരായിരുന്നു? ഒരു പ്ലസ് ചാർജുള്ള Na പ്ലസ് ഇരുന്നത് 2
പ്ലസ് ചാർജിൽ SR വന്നിരുന്നത്. സോ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മറ്റൊരു NAക്കും സ്ഥലം കാലിയാക്കി കൊടുക്കേണ്ടി വന്നു. സോ 2 Na+ പോയിട്ട് ഒരു SR2+ വന്നു. ആയിക്കോട്ടെ, പുള്ളിക്കാരൻ വന്നോട്ടെ. പക്ഷെ അപ്പോഴും അവിടെ ആര് വന്നു? ഒരു വേക്കൻറ്റ് സൈറ്റ് വന്നു കേട്ടോ. ഇത് എന്തിന് കാരണക്കാരനാരാ? ഈ SR2+ ഇതിനകത്ത് കയറിയിരുന്നത്. സോ ഇൻ an NaCl crystal, when SrCl2 is added as an impurity, one SR2+ occupies Na+. Okay, അത് എങ്ങനെയാണ്? Instead of 2 Na+, 1 SR2+ is taken its place. Clear ആണോ? ഓക്കെ, ഇത് കാണിക്കുന്ന മറ്റേ അല്ലെങ്കിൽ പിന്നെ ആഡ് ചെയ്യുന്ന കുറച്ച് ഇമ്പ്യൂരിറ്റി ആയിട്ട് വരുന്നത് ഒന്ന് CdCl2, പിന്നെ AgCl. ഓക്കെ, AgCl. ഇതാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാണ് NaClലേക്ക് ഇമ്പ്യൂരിറ്റി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡിഫക്റ്റ്. ഈ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഷോർട്ട്കി, ഫ്രങ്കൽ, അതുപോലെ തന്നെ മെറ്റൽ എക്സസിനകത്ത് വരുന്ന കളേർഡ് സാൾട്ട്, F സെന്റേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിനകത്ത് വരുന്ന കാറ്റയോൺ വേക്കൻസിയിൽ ഫൂൾസ് ഗോൾഡും. ഓക്കെ, ഇതൊക്കെ ആ പേരിൽ തന്നെയുണ്ട്. ആ പേര് നിങ്ങൾ ഹെഡിങ്സ് തെറ്റാതെ പഠിക്കാനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ചെറിയ MDCV എന്നുള്ള ആ ഒരു പാറ്റേണിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. റൈറ്റ്, ഇനി അടുത്തത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് നമുക്ക് പഠിക്കാനുള്ള 3 സെഷനാണ്. ഒന്ന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, നിങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 വസ്തുക്കളെ നമ്മൾ പറയും കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നവര് കണ്ടക്ടേഴ്സും. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്തതിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. അവർ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടില്ല, കണ്ടക്ടേഴ്സ് കടത്തി വിടും. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് രണ്ടിന്റെയും ഇടയിൽ. പുള്ളിക്കാരൻ സാധാരണഗതിയിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ പിന്നെ വൈദ്യുതിയെ കടത്തി വിടില്ല, പക്ഷേ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുകയോ അല്ല എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുകയോ ചെയ്താൽ പുള്ളിക്കാരൻ കണ്ടക്ടേഴ്സ് ആവും. Okay, that can act as conductors when there is a rise in temperature or when impurities are added. അതാണ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇതിന് കാരണം ഇനി ഇവരുടെ ഓർഡർ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ മെറ്റൽസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 10⁻⁶ തൊട്ട് 10⁸ 10⁻⁸ 10�6 to 10⁸ per ohm per centimeter. ഓക്കെ, per ohm per centimeter. ഇതാണ് ഇതിന്റെ ഈ ഒരു റേഞ്ചിൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടക്ടേഴ്സ് ആണ്. അതേ സ്ഥാനത്ത് 10⁻⁻12 ആണെങ്കിൽ അത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഒരു 10⁻⁹ വരെ 10⁻² to 10⁻⁻9 ഇത്രയും കാണിക്കുന്നവര് 10⁻⁻12 ഉള്ളത് ഇൻസുലേറ്റേഴ്സ് ആണ്. 10⁻² മുതൽ 10⁻⁹ വരെയൊക്കെ കാണിക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ആ ഒരു ഓർഡർ ഉണ്ട് ടെക്സ്റ്റിനകത്ത്. അപ്പൊ ആ ഒരു ഓർഡർ നോക്കുക, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കാറില്ല, ബട്ട് ടു ഫൈൻഡ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾക്ക് 3 കോളം ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 3 കോളം വരയ്ക്കുക. കോളം വരച്ചിട്ട് മിസ് പറയാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഓക്കെ, ഇനി ഇവര് എങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഈ ഒരു മെറ്റൽ എന്ന് പറയുന്നത് 2 ബാൻഡ് ഉണ്ട്. ഒന്ന് വാലൻസ് ബാൻഡും മറ്റൊന്ന് കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കണ്ടക്ടേഴ്സ്, അതായത് മെറ്റൽ കണ്ടക്ടർ ചെയ്യാന്ന് പറയുമ്പോൾ വൈദ്യുതിയെ കടത്തിവിടുന്നത് ഇരുമ്പ് പോലുള്ള വസ്തുക്കളിലാണെങ്കിൽ ഇവര് 2 പേരും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുക. കണ്ടോ, അടുത്തടുത്ത്. അപ്പൊ ഈ വാലൻസ് ബാൻഡിനകത്ത് വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓഫ് ഇലക്ട്രോണിനാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുക. സോ വാലൻസ് ബാൻഡിനകത്ത് ഇലക്ട്രോൺ നേരെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് ഒഴുകാൻ തുടങ്ങും അല്ലെ. ഇവിടെ ഇലക്ട്രോൺസിന്റെ ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, കാരണം ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി. ഇനി നേരെ ഇൻസുലേറ്റേഴ്സിലേക്ക് വരും. ഇവര് നമ്മളെ ഗ്യാപ്പ് നോക്കി, ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതിനിപ്പോ ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഫോർബിഡൻ സോൺ. ഓക്കെ, അപ്പൊ ആ ഗ്യാപ്പിൽ ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ പുള്ളിക്കാരന് നല്ല എനർജി വേണം. പ്ലാസ്റ്റിക്കും റബ്ബറും ഒക്കെ എക്സാമ്പിളാ. അപ്പൊ ഇവർക്ക് അത്ര പെട്ടെന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് ചാടാൻ കഴിയില്ല. സോ നോർമലി ഇവിടെ ചാടാൻ കഴിയാത്തതുകൊണ്ട് ഇലക്ട്രോൺസ് ഇതിലെ ഈ കണ്ടക്ഷൻ ബാൻഡിലൂടെ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്തില്ല? ഇലക്ട്രിസിറ്റി വൈദ്യുതിയെ കടത്തി വിടില്ല.
ഇനി സെമി കണ്ടക്ടേഴ്സ് നോക്കി, ഇവരുടെ ഗ്യാപ്പ് ഇച്ചിരി കുറവാണ്. എന്നാൽ കണ്ടക്ഷൻ ബാൻഡിനെ പോലെ ഓവർലാപ്പ് ചെയ്തിട്ടുമല്ല, വാലൻസ് ബാൻഡ് അല്ല സോറി ഇൻസുലേറ്റേഴ്സിനെ പോലെ അത്ര ദൂരത്തും അല്ല. ഇവർക്ക് ഇച്ചിരി ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ വാലൻസ് ബാൻഡിനകത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കി കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടങ്ങ് ചാടിപ്പോകും. ഓക്കെ, കാരണം ഇലക്ട്രോൺസ് നിൽക്കാൻ പറ്റത്തില്ല. എന്തൊരു സാധനം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അങ്ങ് പൊങ്ങി പോകത്തില്ലേ. അപ്പൊ ഇവിടെ തന്നെ ആ ഇലക്ട്രോൺസ് അങ്ങ് ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യുമ്പോൾ നോർമലി അത് ഇങ്ങോട്ട് വരും. സോ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ എത്തണമെങ്കിലുള്ള കണ്ടീഷൻസ് നമ്മൾ ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസിന് നിൽക്കാനുള്ളൊരു അവസ്ഥ വരുത്തരുത്. പുള്ളിക്കാരനെ ചാടിക്കാൻ പറ്റുന്ന ആരെങ്കിലും വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി നടക്കും. റൈറ്റ്. സോ ഇനി നിങ്ങളോട് ചോദിക്കാറുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ 3 കോളമായിട്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 കോളമായിട്ട് എഴുതുക. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. എന്നിട്ട് അതിന്റെ ഓർഡർ എഴുതുക. ഓക്കെ, 10⁻⁶ ആണെങ്കിൽ കണ്ടക്ടേഴ്സ്, 10⁻⁻12 ആണെങ്കിൽ ഇൻസുലേറ്റേഴ്സ്, 10⁻² to 10⁻⁻9 ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ -9 ആട്ടോ, ഇത് 2 ആണ്, സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, പിന്നെ ഗ്യാപ്പ് എഴുതാം. ഓക്കെ, ഗ്യാപ്പ് എഴുതുമ്പോ ഇവിടെ നോ ഗ്യാപ്പ്, നോ ഫോർബിഡൻ സോൺ അങ്ങനെ എഴുതിയാൽ മതി. നോ ഫോർബിഡൻ സോൺ. ഓക്കെ, ഇവിടെ ലാർജ് ഫോർബിഡൻ സോൺ, ഇന്റർമീഡിയറ്റ് ഫോർബിഡൻ സോൺ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗ്യാപ്പ്. ഇനി അടുത്ത വ്യത്യാസം, ഇവിടെ കണ്ടക്ടിങ് പവർ കാണിക്കാം. കണ്ടക്ട്, ഇത് കണ്ടക്ട് ചെയ്യും, കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യും. ഇത് ഡു നോട്ട് കണ്ടക്ട്, ഇൻസുലേറ്റേഴ്സ് ഡു നോട്ട് കണ്ടക്ട്. അതുപോലെ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ കണ്ടക്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 3 ഇങ്ങനെ ചോദിക്കാറുള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ പിക്ചറും അങ്ങ് വരച്ചു വെച്ചാൽ, ഈ ഗ്യാപ്പ് വരയ്ക്കുന്ന ഈ 3 പിക്ചേഴ്സ് നിങ്ങൾ വരച്ചു വെച്ചാൽ ഈ ഒരു ആൻസർ നിങ്ങളുടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് സെമി കണ്ടക്ടേഴ്സിലേക്ക് നമ്മൾ വരികയാണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി കണ്ടക്ടേഴ്സ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ഓർ ബൈ ആഡിങ് ഇംപ്യൂരിറ്റീസ്. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബൈ റൈസിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ റൈസ് ചെയ്യുക. എക്സാമ്പിൾ ആണ് സിലിക്കൺ ജർമേനിയം. അതേ സ്ഥാനത്ത് നമ്മൾ ഇച്ചിരി ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഡോപ്പിംഗ്. സോ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഒന്നും ഇല്ല, ഇച്ചിരി അങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് അവരെ കണ്ടക്ടേഴ്സ് ആയി മാറും. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് 2 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ്. പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടൈപ്പ്, എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടൈപ്പ്. ഓക്കെ, എന്താണ് പി ടൈപ്പ്, എന്താണ് എൻ ടൈപ്പ്? ഓക്കെ, ഇനി നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് വരുന്നത് ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കുക. സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് സിലിക്കൺ, ജർമേനിയം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഇവിടെ വാലൻസി കാണിക്കുന്നത്, ഇത് 4 വാലൻസി. ഓക്കെ, ഇവിടെ ഗ്രൂപ്പാണിത്, നമ്മുടെ സാധാരണ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 14 വരുന്നതാണ് കാർബൺ, സിലിക്കൺ, ജർമേനിയം. ഓക്കെ, അതേപോലെ 15th ഗ്രൂപ്പിൽ വരുന്നതാണ് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. അതുപോലെ 13th ഗ്രൂപ്പിൽ വരുന്നതാണ് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവരുടെ വാലൻസ് ഞാൻ 3 പേരെ എടുത്തിട്ടുള്ളൂ. ഇവരുടെ വാലൻസ് ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 8 ഇലക്ട്രോൺസ് വേണം, എങ്കിൽ അയാൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിൾ ആണ്. കാർബണിന് 4 ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ സിലിക്കണിന് 4 ഇലക്ട്രോൺ സ്വന്തമായിട്ടുണ്ട്. ഇനി 4 പേരെ വേണം. ആ സ്ഥാനത്ത് നിങ്ങൾ ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു ഇംപ്യൂരിറ്റിയെ സിലിക്കണിൽ സെമി കണ്ടക്ടർ ആണ്, ആഡ് ചെയ്യുക. ഫോസ്ഫറസിന്റെ വാലൻസി 5 ആണ്. ഓക്കെ, ഫോസ്ഫറസ് വന്നു എന്ന് വിചാരിക്കുക. ഫോസ്ഫറസുമായിട്ട് നമ്മളൊന്ന് കമ്പൈൻ ചെയ്യിച്ചു. ഫോസ്ഫറസിന് 5 ഉണ്ട് ഇലക്ട്രോൺസ്. ഓക്കെ, ഞാൻ ഇലക്ട്രോൺസിന് കേട്ടോ ഈ ആൽഫ എന്നുള്ള ചിഹ്നം കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം ഇവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നാൽ 8 എണ്ണമുള്ള വേണ്ടിടത്ത് ശരിക്കും 9 എണ്ണം വന്നത്. ഇവിടെ ഒരാൾ എക്സ്ട്രാ വന്നു, അപ്പൊ 9 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ അധികമായേ. ഈ 1 ഇലക്ട്രോൺ അധികമായതുകൊണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇതിലിങ്ങനെ ഓടിച്ചാടി നടക്കും. സോ നോർമലി അത് കണ്ടക്ട് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, വന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. സോ അത് നെഗറ്റീവ് ടൈപ്പ് ആണ്. അപ്പോ when a semiconductor is doped with 15th group, 15th ഗ്രൂപ്പിൽ വരുന്ന ഫോസ്ഫറസ്, ആഴ്സനിക് ഒക്കെ പോലെ, ഫോസ്ഫറസ്, ആഴ്സനിക് ഒക്കെ പോലുള്ളവരെ വെച്ച് നമ്മൾ ഡോപ്പ് ചെയ്യണമെങ്കിൽ
An extra electron is there. This extra electron conduct electricity and it is called n-type semiconductor. Extra electron, electron charge negative. ഇനി അടുത്തതിലേക്ക് നമ്മൾ ചാടി വരുന്നു. ഇതേ സിലിക്കൺ again 4 ഇലക്ട്രോൺസ് ഉണ്ട്. 13ാമത്തെ ഗ്രൂപ്പിലെ അലൂമിനിയം ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺ നോക്കി അലൂമിനിയത്തിന് എത്രയാണ്? 3 ആണ്. അലൂമിനിയത്തിന് സ്വന്തമായിട്ട് 3 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 4ാമത് ഇവിടെ ഒരാള്. ഇനി ഇതിന്റെ എണ്ണം ടോട്ടൽ എണ്ണം ഒന്ന് എടുത്ത് 1 2 3 4 5 6 7 ഇലക്ട്രോൺസേ ഉള്ളൂ. ഒരു 8ാമത് ഒരെണ്ണം വേണമായിരുന്നു, പക്ഷെ അതില്ല. അപ്പൊ നിങ്ങള് ഇങ്ങനെ പഠിക്കുക, an extra electron വേണ്ടെടുത്ത് അവിടെ ഒരു ഹോളാ പകരം വന്ന്. ഇലക്ട്രോൺ ഇല്ലാത്തൊരവസ്ഥയെ നമ്മൾ ഹോൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഈ ആദ്യം ഈ ഇലക്ട്രോൺ കയറും, അപ്പൊ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ ഈ ഇലക്ട്രോൺ. അപ്പൊ ഈ ഗ്യാപ്പ് കാണുന്നിടത്ത് ഓരോരുത്തർ ഇങ്ങനെ ഇയാള് കയറിയിരിക്കും, അപ്പൊ ഇയാള് അവിടെ ഇവിടെ ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് വരുന്ന അടുത്ത ആള് കയറും. ഇതിങ്ങനെ ഇലക്ട്രോൺസ് ഓടിങ്ങോണ്ടിരിക്കും. ഓക്കെ, ഈ 8 എണ്ണം വേണ്ടെടുത്ത് ഇവരേതായത് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടും. അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ ഹോളാ വന്നിരിക്കുന്നത്. അപ്പൊ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ ഹോൾ, ഹോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇല്ലാത്തൊരവസ്ഥയാണ് ഹോൾ എന്ന് വിളിക്കുക. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കുക, പ്ലസ്. അപ്പോ അതിനെ വിളിക്കും പി ടൈപ്പ് കണ്ടക്ടിവിറ്റി. അപ്പൊ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? when silicon അല്ലെങ്കിൽ when a semiconductor like silicon is doped with 13th group elements like aluminum and gallium, one extra hole is created. One extra hole is created which is responsible for the conductivity. അത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതോടുകൂടി കണ്ടക്ടേഴ്സിന്റെ ഈ പി ടൈപ്പും എൻ ടൈപ്പും ഉള്ളൂ. ഓക്കെ, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് ഇത്രയുള്ളൂ. പി എൻ പി ട്രാൻസിസ്റ്റർ, എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പി എൻ ജംഗ്ഷൻ ഡയോഡ്, ജസ്റ്റ് ആ പേര് ഓർത്ത് വെച്ചാൽ മതി. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ? ട്രാൻസിസ്റ്റേഴ്സിനകത്തും ഡയോഡിനകത്തും. ഇനി അടുത്ത് നമ്മൾ വരുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിലേക്ക്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, വാട്ട് ഈസ് പി ടൈപ്പ്, വാട്ട് ഈസ് എൻ ടൈപ്പ്. മനസ്സിലാകാൻ വേണ്ടി ഇത്രയും പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. 13th ഗ്രൂപ്പുമായിട്ടുള്ളത് പി ടൈപ്പ്, അതുപോലെ 15th ഗ്രൂപ്പുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ ആരെ ഡോപ്പ് ചെയ്യുന്ന? സെമി കണ്ടക്ടേഴ്സിന്. 15th ഗ്രൂപ്പുമായി ഡോപ്പ് ചെയ്യുമ്പോൾ എൻ ടൈപ്പ്. ഇനി ലാസ്റ്റ് വൺ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിലേക്ക് വരിക. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ്. അതിൽ ആദ്യത്തേത് ഡയ, പിന്നെ പാര, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫെറോ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആന്റി ഫെറോ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫെറി. അല്ലെ, 5 പേര്. ഈ ഡയ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് അലൈൻമെന്റ്. മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന്റെ സ്പിൻ അനുസരിച്ചാണ് തീരുമാനിക്കുക. കണ്ടോ, ഇത് ഇലക്ട്രോൺ സ്പിൻ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസ് ദേ ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ അത് നമ്മളിങ്ങനെ ഇച്ചിരി അകന്നു പോകുക, വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതിന് കാരണം പെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഞാൻ പിക്ചർ കാണിക്കാം. ഡയയിനകത്ത് ഡയ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ പെയർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിസം ആണ്. ഈ ഒരു പിക്ചർ അതിനെ കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ദേ ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ MF ന് കൊടുക്കുന്നു. ബട്ട് when magnetism is removed, its magnetic property loss. Okay, but when magnetism is removed, its magnetic property loss. ആ മാഗ്നറ്റിസ് നമ്മളവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിസത്തിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് നഷ്ടപ്പെടും. ഇനി അടുത്തത് ഫെറോ. ഫെറോ എന്ന് പറഞ്ഞാൽ ഇവിടെ they are strongly attracted by magnetic field. പക്ഷെ ഒരൊറ്റ പ്രത്യേകതയുള്ള പാരാ പോലെ തന്നെയാണ് ഫെറോ. ഇറ്റ് will not lose its magnetic property. Will not lose its magnetic property even after the magnet is removed. മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാലും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവില്ല. ഇനി ആന്റിഫെറോ. ആന്റിഫെറോ ഇച്ചിരി കള്ളനാണ്. പുള്ളിക്കാരൻ നമ്മൾ വിചാരിക്കും ആന്റി ഫെറോ എന്ന് പറഞ്ഞാൽ നല്ല മാഗ്നറ്റ് ആണ്, സ്ട്രോങ് മാഗ്നറ്റ് ആണ്. നമ്മൾ ആന്റി ഫെറോ എന്ന് പറഞ്ഞ ഇച്ചിരി പറ്റിക്കുന്ന ടീമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യും, എക്സ്പെക്ടഡ് ടു പൊസസ്
magnetism, but it actually possesses zero magnetism. Actually possess zero. കാരണം അതിങ്ങനെ ആ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി possess zero. ഇതിങ്ങനെയാട്ടോ. പക്ഷെ എത്രത്തോളം മേളില് സ്പിൻ ഉണ്ടോ അത്രയും സ്പിൻ താഴേക്കും വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര മാഗ്നറ്റിസം ഉണ്ട്, പക്ഷെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം മുകളിലേക്ക് 3 പോസിറ്റീവ് സ്പിൻ ഉണ്ടെങ്കിൽ 3 എണ്ണം നെഗറ്റീവ് സ്പിൻ തന്നെ ആയിരിക്കും. എണ്ണി നോക്കുമ്പോൾ നമ്മളെ പറ്റിക്കും. അത് ആന്റിഫെറോ. ഇനി ഫെറി. ഫെറി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിസം ബട്ട് ആക്ച്വലി പൊസസ് ലോ മാഗ്നറ്റിസം. അപ്പോ ഇതാണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കും, വലിയ മാഗ്നറ്റിസം ഒക്കെ പ്രതീക്ഷിക്കും. ഞാൻ വരയ്ക്കുന്ന നോക്കുക, ഇതാ 4 എണ്ണം മുകളിലേക്ക് വരച്ചു, 2 എണ്ണം താഴേക്ക്. ഈ ആദ്യത്തെ 4 എണ്ണം കണ്ടാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര മാഗ്നറ്റിക് ആണെന്ന്. പക്ഷെ ഇപ്പുറത്തെ 2 പേര് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചെറിയ മാഗ്നറ്റേ ഉണ്ടാവുള്ളൂ. എക്സ്പെക്ടഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിസം ബട്ട് ആക്ച്വലി പൊസസ് ലോ മാഗ്നറ്റിസം. അതാണ് ഫെറി. അപ്പൊ നിങ്ങൾക്ക് 4 എണ്ണം ഉള്ളത്. ഒന്ന് ഡയ. ഡയ എന്ന് പറഞ്ഞാൽ ആ ഡയയുടെ പിക്ചർ ഞാൻ കൊടുത്തിട്ടില്ല. ഡയയുടെ പിക്ചർ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഡയയുടെ പിക്ചർ ദാ, ഒരെണ്ണം മുകളിലേക്ക്, ഒരെണ്ണം താഴേക്ക്, ഒരെണ്ണം മുകളിലേക്ക്, ഇങ്ങനെ. ഓക്കെ, ആ രീതിയിലാണ് ഡയ. ഇനി അടുത്തത് ഫെറോ. ഫെറോ എന്ന് പറഞ്ഞാൽ പൊസസ് ലാർജ് മാഗ്നറ്റിസം. പൊസസ് ലാർജ് മാഗ്നറ്റിസം ആൻഡ് ഇറ്റ് വിൽ നോട്ട് ലോസ് ഈവൻ ആഫ്റ്റർ ദ മാഗ്നറ്റ് ഇസ് റിമൂവ്ഡ്. നോക്കിയേ, കംപ്ലീറ്റ് സ്പിന്ന് മുകളിലേക്ക്. ഓക്കെ, ഇനി ആന്റിഫെറോ. ആന്റിഫെറോ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, ഡയ പോലെയാണ്. പക്ഷെ ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ ആയിക്കോണമെന്നില്ല കേട്ടോ. ആന്റിഫെറോ നിങ്ങൾക്ക് ഇങ്ങനെയും വരയ്ക്കാം, 3 എണ്ണം മുകളിലേക്ക്, 3 എണ്ണം താഴേക്ക്. അപ്പോ ഇവിടെ നമ്മൾ കാണുമ്പോഴൊക്കെ വിചാരിക്കും ഓക്കെ ഇതാ ഇതുപോലെ 3 എണ്ണം മുകളിൽ നല്ല മാഗ്നറ്റ് ആണ്, പക്ഷെ എണ്ണി നോക്കുമ്പോൾ സീറോ മാഗ്നറ്റിസം ആയിരിക്കും. എക്സ്പെക്ടഡ് ടു പൊസസ് മാഗ്നറ്റിസം ബട്ട് ആക്ച്വലി പൊസസ് സീറോ മാഗ്നറ്റിസം. ഇനി ഫെറി. ഫെറി അവരെ സ്പിന്ന് ചെറുതാക്കിയാ കാണിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ചെറുതാക്കി കാണിക്കണമെന്നില്ല. 4 എണ്ണം മുകളിലേക്ക് വരയ്ക്കുക, 2 എണ്ണം താഴേക്ക് വരയ്ക്കുക. ഫെറിയുടെ അങ്ങനെ കാണിച്ചാലും ഫെറിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ടഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിസം ബട്ട് ആക്ച്വലി പൊസസ് ലോ മാഗ്നറ്റിസം. ഇത് ലോ മാഗ്നറ്റിസം ആണ്, ഇത് സീറോ മാഗ്നറ്റിസം ആണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് മാഗ്നറ്റിസം ആണ്. ഇനി പാര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഇൻ നേച്ചർ ബട്ട് ഇറ്റ് വിൽ ലോസ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെൻ മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ്. മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാൽ, കാന്തിക മണ്ഡലത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന് എന്തുണ്ടാവില്ല, മാഗ്നറ്റിസമേ ഉണ്ടാവില്ല. ഈ പിക്ചർ നിങ്ങൾ കാണാതെ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. അപ്പോ ഇതിനകത്ത് ഏതും ചോദിക്കാം വിത്ത് എക്സാമ്പിൾസ് ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട്. ഡയക്ക് നിങ്ങൾ 2 എക്സാമ്പിൾ പഠിക്കുക. എളുപ്പമുള്ളത് ഡയാമാഗ്നറ്റിസത്തിനകത്ത് നമുക്ക് എളുപ്പം പഠിക്കാനുള്ളത് ഞാൻ കാണിക്കുന്നത് ഒന്ന് NaCl പിന്നെ ഒന്ന് ബെൻസീനുമാണ്. ഓക്കെ, പാരാമാഗ്നറ്റിസിനകത്ത് അലുമിനിയം ഉണ്ട്, Mn മാംഗനീസ് ഉണ്ട്. ഇനി ഫെറോക്കകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അയൺ, കൊബാൾട്ട്, നിക്കൽ. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് പഠിക്കുക ഫെനിക്കോ എന്നായിരുന്നു പഠിച്ചത്, ഫെനിക്കോ. അപ്പൊ നിങ്ങൾ അതുപോലെ അങ്ങ് പഠിക്കുക കേട്ടോ. ഫെനിക്കോ, ഫെറോ, ഫെനിക്കോ. ഓക്കെ, ഇനി അടുത്തത് ആന്റിഫെറോ. ആന്റിഫെറോക്കകത്ത് കോമ്പൗണ്ട്സ് വരുന്നത് MnO, MnO2 മാംഗനീസ് കോമ്പൗണ്ടുകൾ. മാംഗനീസ് ഒറ്റയ്ക്ക് വരുമ്പോൾ പാരയാണ്, മാംഗനീസ് കോമ്പൗണ്ടുകൾ വരുമ്പോൾ ആന്റിഫെറോ ആണ്. ഓക്കെ, ഇനി Fe3O4. ആക്ച്വലി എഴുതുമ്പോൾ Fe3O4 ഇത് മാത്രം പഠിച്ചാൽ മതി ഫെറിക്ക്. പിന്നെ Mg, Fe2O4. So these are the examples. സോ ഇതോടുകൂടി നിങ്ങളുടെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പം ലാസ്റ്റ് മാഗ്നറ്റിസം ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാഗ്നറ്റിസം ചോദിക്കും. അത് പഠിക്കാനുള്ള മെത്തേഡ് ഇപ്പൊ പറഞ്ഞില്ല, എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ജസ്റ്റ് ഈ ഒരു പിക്ചർ ഓർത്ത് വെക്കുക. ഫെറോ കംപ്ലീറ്റ്, ആന്റിഫെറോ സീറോ, ഫെറി ലോ, പാര it is magnet but lost its magnetism when magnet is removed. Dia weakly repelled by magnetism. With ഓരോ എക്സാമ്പിൾസോ ഈ 2 എക്സാമ്പിൾസോ വെച്ച് പഠിക്കാം. സോ ഇതോടുകൂടി നിങ്ങളുടെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതിനകത്ത് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻസ് ഒന്ന് പറയുകയാണ്. ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ വാട്ട് ഇസ് ഷോർട്ട്കി ഡിഫെക്ട് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, AgCl show dash type of defect, Frankel defect, explain. Okay, then explain the loss of or decrease in density in Schottky defect. അപ്പോൾ Schottky defect ആണ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അറിയാം. Then why lithium chloride is pink in color in a LiCl crystal? അതിന് F സെന്റർ ഇലക്ട്രോൺ അതിന്റെ കാരണം. Okay, then ഇതിനകത്ത് അതുപോലെ തന്നെ why ZNO is yellow in color due to excess cation in the
ഈ എക്സസ് ഇലക്ട്രോണിന്റെ പ്രസൻസ്. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്ത് ചോദിക്കുന്നത് വാട്ട് ഈസ് ഫോൾസ് ഗോൾഡ് അല്ലെങ്കിൽ അയൺ പൈറേറ്റ്സ്, വൈ ഇറ്റ് ഈസ് അപ്പിയേഴ്സ് ടു ബി ഷൈനിങ് ഇൻ നേച്ചർ. ഇനി ഇംപ്യൂരിറ്റി ഡിഫക്റ്റിനകത്ത് വരുന്നത് എക്സ്പ്ലെയിൻ impurity defect അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ explain the impurity present in NaCl and explain its features, ആ രീതിയിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, ഇത് സാധാരണഗതിയിൽ 3 കോളം, ഇനി 3 പോയിന്റ്സ്, ഇനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, 3 പോയിന്റ്സ് ഞാൻ ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വിത്ത് പിക്ചർ നിങ്ങൾ അത് റെപ്രസെന്റ് ചെയ്യണം. ഇനി what is intrinsic, what is extrinsic, അത് സാധാരണ ചോദിക്കാറില്ല, പക്ഷെ ചോദിക്കും what is p type and what is n type, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു മാഗ്നറ്റിസം വിത്ത് ആൻ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. സോ ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, കമന്റ്. ഇഫ് യു വാണ്ട് മോർ ടോപ്പിക്സ്, then also comment. So don't forget to subscribe, share, like, and don't forget to click bell icon. So hereby signing off, thanking you.